ഇതോടെ പൊതുശല്യം എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആണെന്ന് കണ്ട് മക്കളൊക്കെ ഇതിനകത്തേക്ക് ചേരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചു. അമേരിക്കയിലെ കനത്ത വരൾച്ചയിൽ ഉയർന്നു വന്നതാണ് സ്കേറ്റ് ബോർഡിംഗ്. കടലിൽ സർഫ് ചെയ്യാൻ മാത്രം ഉയർന്ന തിരമാലകൾ ഇല്ലാത്ത സീസണിൽ യുവാക്കൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് സ്കേറ്റ് ബോർഡിംഗ്. അവർ മിക്കവാറും സമയം ഫുട്പാത്തുകളിലും സൈഡ് വാക്കിലായിരിക്കും ഈ ബോർഡും കൊണ്ട് ഇറങ്ങുന്നത്. കാലക്രമേണ നാശനഷ്ടങ്ങളും ആക്സിഡന്റും ബഹളവും ആൾക്കാർക്ക് ആർക്കും പൊതുവെ യൂസ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ സഹിക്കെട്ട് ഒരു പൊതുശല്യമായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയിലെ 20 സിറ്റികൾ സ്കേറ്റ് ബോർഡിംഗ് ബാൻ ചെയ്തു. അതോടെ യുവാക്കളെയും സ്കേറ്റ് ബോർഡിംഗിനൊന്നും ആരും പിന്നെ അധികം കാണാതായി. ആ സമയത്താണ് അമേരിക്കയിൽ കൊടും വരൾച്ച വരുന്നത്. അരുവികളും തോടുകളും ഒക്കെ വറ്റി വരണ്ടു. ഈ വറ്റി വരണ്ട തോടും അരുവികളും ഇവരുടെ സ്കേറ്റ് ബോർഡിംഗിന്റെ പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് കുറെ സ്റ്റണ്ടും ട്രിക്കുകളൊക്കെ പുതുതായിട്ട് ചെയ്യാനും കണ്ടുപിടിക്കാനൊക്കെ ഈ ഒരു സ്ഥലം യൂസ് ചെയ്യാൻ പറ്റിയവർക്ക്. രാജ്യമൊട്ടാകെ സ്കേറ്റ് ബോർഡിംഗ് ട്രിക്സുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് 7 പേരടങ്ങുന്ന ഒരു ഗ്യാങ് സീ ബോയ്സ് എന്ന് വിളിക്കും. അവർ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. അതിന്റെ കാരണം അതുവരെ ആരും കാണാത്ത ടൈപ്പ് അഗ്രസീവായിട്ടും പുതുമയാർന്ന ട്രിക്കുകളും സ്റ്റണ്ടുകളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇവർ ഈ ട്രിക്കുകളും കൊണ്ട് ഒരു നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ പോയതോടുകൂടെ രാജ്യമൊട്ടാകെ ഇവരെ ഒരു സംസാര വിഷയമായിട്ട് മാറി. സ്കേറ്റ് ബോർഡിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് പേര് വന്നു. അവരെല്ലാവരും പരസ്പരം അവർ ചെയ്തുകൊണ്ടിരുന്ന ട്രിക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ കമ്മ്യൂണിറ്റി എങ്ങനെ വളർന്നു. ക്രിയേറ്റിവിറ്റിക്ക് ലിമിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ വെറും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആയിട്ട് കാണാതെ ഒരു ലൈഫ് സ്റ്റൈലായും ഒരു ആർട്ടായിട്ടും പിന്നെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടത് മുതൽ സ്പോൺസേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേഖലയായിട്ട് മാറി. അങ്ങനെ സ്കേറ്റ് ബോർഡേഴ്സും നന്നായിട്ട് സമ്പാദിക്കാൻ തുടങ്ങി. ഇതോടെ പൊതുശല്യം എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആണെന്ന് കണ്ട് മക്കളൊക്കെ ഇതിനകത്തേക്ക് ചേരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചു. അവിടെ നിന്ന് വളർന്നിട്ട് സ്കേറ്റ് ബോർഡിംഗ് ഒളിമ്പിക്സിൽ വരെ കയറി. ഇതുപോലെയുള്ള സ്പോർട്സിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തോളൂ ആൻഡ് ഫോളോ മീ.